നമസ്കാരം. KCV ന്യൂസിലേക്ക് സ്വാഗതം. KCV ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ. ആദ്യം പ്രധാന വാർത്തകൾ. ഭാരതത്തിന്റെ 79ാം സ്വാതന്ത്ര്യദിനം നാടെങ്ങും വിപുലമായി ആഘോഷിച്ചു. മൈത്താനിയിലെ വിദ്യാർത്ഥി കോർണറിൽ നടത്തിയ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ മന്ത്രി ആർ ബിന്ദു പതാക ഉയർത്തി. BJP പുതുക്കാട് മണ്ഡലം സമിതിയുടെ നേതൃത്വത്തിൽ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യദിനത്തിൽ ത്രിവർണ്ണ സ്വാഭിമാൻ യാത്ര നടത്തി. കൊടകര ആലത്തൂർ ALP സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി റാലിയും കമാൻഡോ കിഡ് കുട്ടികളുടെ ക്യാപ് വെയറിംഗ് സെറമണിയും പരേഡും നടന്നു. കൊടകര വല്ലപ്പാടി ദേവമാതാ ദേവാലയത്തിലെ പരിശുദ്ധ സ്വർഗാരോപിത മാതാവിന്റെ ഊട്ടുതിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിലൂടെ നേടിയെടുത്ത സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഓരോ പൗരനിലും നിക്ഷിപ്തമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു തേക്കിൻകാട് മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സഹവർത്തിത്വത്തോടെ മുന്നോട്ടു പോകാൻ ഉന്നതമായ മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഉൾക്കൊള്ളൽ ജനാധിപത്യ സങ്കല്പനം പൂർണ്ണ അർത്ഥത്തിൽ സഫലീകരിക്കാൻ കഴിയണം. ഒറ്റപ്പെട്ട വിഭാഗങ്ങളെ കൂടി മുഖ്യധാരയിലേക്കും നേതൃത്വത്തിലേക്കും കൊണ്ടുവരുന്നതിന് വിട്ടുവീഴ്ചയില്ലാത്ത പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. മേയർ MK വർഗീസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ജില്ലാ പോലീസ് മേധാവി R ഇളങ്കോ, ജില്ലാ പോലീസ് മേധാവി റൂറൽ B കൃഷ്ണകുമാർ, സബ് കളക്ടർ അഖിൽ V മേനോൻ, DFO അഭയ് യാദവ്, അസിസ്റ്റന്റ് കളക്ടർ സ്വാതി മോഹൻ റാത്തോഡ് എന്നിവർ സംബന്ധിച്ചു. പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ്, SPC, NCC ഉൾപ്പെടെ 26 പ്ലറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു. ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ G ജയകുമാർ പരേഡ് നയിച്ചു. DHQ ക്യാമ്പിലെ സബ് ഇൻസ്പെക്ടർ MP വിനയചന്ദ്രനായിരുന്നു സെക്കൻഡ് ഇൻ കമാൻഡ്. മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്ലറ്റൂണുകൾക്ക് മന്ത്രി പുരസ്കാരം സമ്മാനിച്ചു. സായുധ സേനാ നിധിയിലേക്ക് കൂടുതൽ തുക സമാഹരിച്ച സ്ഥാപനങ്ങൾക്കുള്ള റോളിംഗ് ട്രോഫി പുറനാട്ടുകര കേന്ദ്രീയ വിദ്യാലയത്തിനും തൃശൂർ 7th കേരള ബറ്റാലിയൻ NCC ഗേൾസ് യൂണിറ്റിനും മന്ത്രി സമ്മാനിച്ചു. ദേശീയ ഗാന ആലാപനത്തോടെ ചടങ്ങുകൾ അവസാനിച്ചു. പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചായിരുന്നു സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടി സംഘടിപ്പിച്ചത്. കൊടകര ഗാന്ധിനഗർ ഏകലവ്യ കലാകായിക സമിതിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. ക്ലബ് പരിസരത്ത് നടത്തിയ ദിനാഘോഷത്തിൽ കൊടകര പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശ്ശേരി പതാക ഉയർത്തി. ഏകലവ്യ കലാകായിക സമിതി പ്രസിഡന്റ് TC ഷജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി TG അജോ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. തുടർന്ന് പായസ വിതരണം ഉണ്ടായിരുന്നു. ഏകലവ്യ കലാകായിക സമിതി ചെയർമാനും കൊടകര ഗ്രാമപഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ജോയ് നെല്ലിശ്ശേരിയെ ക്ഷണിക്കുന്നു. മാതൃരാജ്യമായ ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 78 വർഷങ്ങൾ കഴിഞ്ഞ് 79ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷം ഇന്ന് ആചരിക്കുകയാണ്. നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യയുടെ തലസ്ഥാനത്ത് ചെങ്കോട്ടയിലെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് രാവിലെ പതാക ഉയർത്തി കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ദിനത്തിൽ ഏകലവ്യ കലാകായിക സമിതി സ്വാതന്ത്ര്യത്തിൻ്റെ 79ാം വാർഷികം ആഘോഷിക്കുകയാണ്. ഈ വേളയിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിന ആശംസകൾ നേരുന്നു. കൊടകര പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, വൈസ് പ്രസിഡന്റ് KG രജീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ TK പത്മനാഭൻ, പ്രനില ഗിരീശൻ എന്നിവർ നേതൃത്വം നൽകി.
ആളൂർ പൊരുന്നുകുന്ന് ഹൈന്ദവ ജനസേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. പ്രസിഡന്റ് കെ സുരേഷ് ബാബു പതാക ഉയർത്തി. സെക്രട്ടറി മനീഷ് മോഹൻ പൈക്കാട്ട് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ആണിക്കുളങ്ങര ക്ഷേത്രം സെക്രട്ടറി സുനിലൻ പീണിക്കൽ, സമിതി വൈസ് പ്രസിഡന്റ് MK ശശി, സുജീഷ് പ്ലാവിട, ഷാജു പാറക്കുളം എന്നിവർ സംസാരിച്ചു. അതോടൊപ്പം നമ്മുടെ ഭാരതം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിരുന്നു നമ്മുടെ അഖണ്ഡ ഭാരത സങ്കല്പം. നമ്മുടെ ഭാരതത്തിൻ്റെ അഖണ്ഡ ഭാരത സങ്കല്പം നിലനിന്നിരുന്നു എന്നതിന് മനുസ്മൃതി തൊട്ട് എല്ലാത്തിനും ഉദാഹരണമുണ്ടായിരുന്നു. മനുസ്മൃതിയിൽ ഭാരതത്തെക്കുറിച്ച് വ്യക്തമായ രീതിയിൽ വിവരിക്കുന്നുണ്ട്. ഉത്തരം യത് സമുദ്രസ്യ ഹിമാദ്രേശൈവ ദക്ഷിണം ഭാരതം തസ് നാമസ്യ ഭാരതീ യത്ര സന്തതി. ഉത്തരഭാഗം മുഴുവൻ സമുദ്രത്താൽ ചുറ്റപ്പെട്ടതും അത് ഇന്ന് നമ്മുടെ ലോകം ഒട്ടാകവും അവിടെ ഭാരതമൊട്ടാകെ 79ാം സ്വാതന്ത്ര്യദിനം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ദേശസ്നേഹികളുടെ ആ സമരത്തിൻ്റെ മുന്നിൽ അടിപതറാതെ നിന്ന് കൊടകര സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. മാനേജർ TK സതീഷ് പതാക ഉയർത്തി. വിവേകാനന്ദ ട്രസ്റ്റ് സെക്രട്ടറി TC സേതുമാധവൻ അധ്യക്ഷനായിരുന്നു. രാഷ്ട്രീയ സ്വയം സേവക് സംഘം സംസ്ഥാന ജോയിന്റ് ഓർഗനൈസർ സന്ദേശം നൽകി. ആധുനിക ഭാരതത്തിലെ യോഗി വര്യനും സ്വാതന്ത്ര്യസമര സേനാനിയുമായ അരവിന്ദ മഹർഷിയുടെ ജയന്തി ആഘോഷവും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും പ്രതീകമായ രക്ഷാബന്ധൻ ചടങ്ങും നടന്നു. വിദ്യാലയത്തിന്റെ ഡയറക്ടർ ഇൻചാർജ് ജയശ്രീ ആർ മേനോൻ, വിദ്യാലയ സമിതി സെക്രട്ടറി രാംദാസ് എന്നിവർ സന്നിഹിതരായിരുന്നു. പോങ്കോത്ര ALP സ്കൂളിൽ ഭാരതത്തിന്റെ 79ാം സ്വാതന്ത്ര്യദിനാഘോഷം വിപുലമായി സംഘടിപ്പിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വികസന സമിതി ചെയർമാൻ KC പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക TP ഷീജ പതാക ഉയർത്തി സന്ദേശം നൽകുകയും ചെയ്തു. V ഇന്ദുജ ടീച്ചർ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കുട്ടികളുടെ വിവിധ വേഷങ്ങൾ ദിനാഘോഷത്തിന് മാറ്റുകൂട്ടി. മധുര വിതരണവും നടന്നു. PTA പ്രസിഡന്റ് വിദ്യപ്രസാദ് നന്ദി അറിയിച്ചു. വളർത്തിയെടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് വിപുലമായ ആഘോഷ പരിപാടികളോടുകൂടി സ്വാതന്ത്ര്യ ദിനാഘോഷം നമ്മൾ സംഘടിപ്പിക്കുന്നത്. അപ്പോ നമ്മളൊക്കെ ആ മഹാത്മാക്കളെ, ധീര ജവാന്മാരെ, നമ്മുടെ രാജ്യത്തിന് വേണ്ടി പൊരുതുന്ന പട്ടാളക്കാരെ എല്ലാവരെയും, പൗരന്മാരെ എല്ലാവരെയും ഇന്ന് ഈ വേദിയിൽ നമുക്ക് ഓർമ്മിക്കാം. ആളൂർ പൊരുന്നുകുന്ന് പവിഴം പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഭാരതത്തിന്റെ 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. സംഘം പ്രസിഡന്റ് KN പരമേശ്വരൻ, സെക്രട്ടറി P അരവിന്ദാക്ഷൻ, ട്രഷറർ വിശ്വംഭരൻ പെരളി, ഭാരവാഹികളായ TN ശശി, PR ബിജു, ഡിനോ കൈനാടത്ത് എന്നിവർ നേതൃത്വം നൽകി. BJP പുതുക്കാട് മണ്ഡലം സമിതിയുടെ നേതൃത്വത്തിൽ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യദിനത്തിൽ ത്രിവർണ്ണ സ്വാഭിമാൻ യാത്ര പുതുക്കാട് സെന്ററിൽ നടത്തി. മേഖലാ ട്രഷറർ VV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് അരുൺ പന്തല്ലൂർ അധ്യക്ഷനായി. വികസിത കേരളം സത്യപ്രതിജ്ഞ ചൊല്ലി നിരവധി പേർ പങ്കെടുത്തു. മുരിയാട് AUP വിദ്യാലയത്തിൽ സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. പ്രധാന അധ്യാപിക MP സുബി പതാക ഉയർത്തി. വാർഡ് മെമ്പർ ശ്രീജിത്ത് പട്ടത്ത് സന്ദേശം നൽകി. PTA വൈസ് പ്രസിഡന്റ് വിജീഷ സുമേഷ് സംസാരിച്ചു. കുട്ടികളുടെ പ്രസംഗം, ദേശഭക്തി ഗാനം, സ്വാതന്ത്ര്യസമര സേനാനികളെ പരിചയപ്പെടുത്തൽ തുടങ്ങി ഒട്ടനവധി പരിപാടികൾ അരങ്ങേറി. കുട്ടികൾക്ക് മധുര വിതരണം നടത്തി. നമുക്ക് ഒരു പ്രത്യേക സന്തോഷം കൂടിയുണ്ട്. നമ്മുടെ സ്കൂൾ കെട്ടിടത്തിലേക്ക് നമ്മളെത്തിയിട്ട് ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനമാണ് നാം ആഘോഷിക്കുന്നത്. എല്ലാ വർഷവും സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മള് മധുരം പങ്കുവച്ചും പതാക ഉയർത്തിയും നമ്മള് സ്വാതന്ത്ര്യം ആഘോഷിക്കുകയാണ്. എന്താണ് സ്വാതന്ത്ര്യ ദിനത്തിന്റെ കഥ? എങ്ങനെയാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്? കൊടകര ആലത്തൂർ ALP സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി റാലിയും കമാൻഡോ കിഡ് കുട്ടികളുടെ ക്യാപ് വെയറിംഗ് സെറമണിയും പരേഡും നടന്നു. രാവിലെ 9 മണിക്ക് വന്ദേമാതരം, പതാക ഉയർത്തൽ, പതാക വന്ദനം, മാസ്റ്ററിൽ ആശംസകൾ, കുട്ടികളുടെ വിവിധ ഭാഷകളിലുള്ള പ്രസംഗങ്ങൾ, കലാപരിപാടികൾ എന്നിവ നടന്നു. വിവിധ സ്വാതന്ത്ര്യസമര സേനാനികളുടെ വേഷങ്ങൾ അണിനിരന്ന ടാബ്ലോ, കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ അണിനിരന്ന ദിനാഘോഷ റാലി ആലത്തൂർ ഖാദി പരിസരം വരെ നടത്തി. സ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് PM ജിൻസ, പഞ്ചായത്ത് അംഗം TK സതീശൻ, PTA പ്രസിഡന്റ് ജയരാജ് KJ, MPTA പ്രസിഡന്റ് പ്രിൻസി പൗലോസ്, സ്കൂൾ ലീഡർ നവീൻ, PTA MPTA അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി.
വിവിധ മത്സര പരീക്ഷകളിൽ വിജയികളായ പൂർവ്വ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാന വിതരണം നടത്തി. കൊടകര വല്ലപ്പാടി ദേവമാതാ ദേവാലയത്തിലെ പരിശുദ്ധ സ്വർഗാരൂപിത മാതാവിന്റെ ഊട്ടുതിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. രാവിലെ 9 മണിക്ക് നേർച്ച ഊട്ട് വെഞ്ചിരിക്കൽ, 10 മണിക്ക് ദേശീയ പതാക ഉയർത്തൽ, പ്രസുതേന്തി വാഴ്ച, തുടർന്ന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ മെൽവിൻ പെരേപ്പാടൻ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ഫെബിൻ കൊടിയൻ സന്ദേശം നൽകി. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. വർഷം തോറും വല്ലപ്പാടി ദേവമാതാ പള്ളിയിലെ സ്വർഗാരോപണ മാതാവിൻ്റെ കൂട്ടിരുന്നാളും മറ്റുള്ള കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നടത്താറുണ്ട്. ഇപ്പോൾ നമുക്ക് മഴ ചെറിയൊരു തടസ്സമുണ്ടെങ്കിലും എല്ലാ വിശ്വാസികളും എല്ലാ ആൾക്കാരും ഇന്ന് കൂട്ടിന് വന്നിട്ടുണ്ട്. കല്ലേറ്റുങ്കര ഉണ്ണിമിശിഹ ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ ഉണ്ണീശോയുടെ ഊട്ടുതിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. രാവിലെ നടന്ന കുർബാനയ്ക്ക് ഫാദർ ലിജോ കരുത്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ഡോക്ടർ ശ്രീജോ പാറയ്ക്കൽ തിരുനാൾ സന്ദേശം നൽകി. നേർച്ച ആശീർവാദവും നേർച്ച ഊട്ടും നടന്നു. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. പന്തല്ലൂർ ജനത UP സ്കൂളിൽ മാതൃസംഘത്തിന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ KK രാജൻ ഉദ്ഘാടനം ചെയ്തു. MPTA പ്രസിഡന്റ് അജിമോർ ഷാബു അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക NS അനില, അധ്യാപികൻ IC ശങ്കർ, PTA പ്രസിഡന്റ് അശ്വതി, വൈസ് പ്രസിഡന്റ് ഉമേഷ് കൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. സ്റ്റാഫ് സെക്രട്ടറി ആതിര ടീച്ചർ നന്ദി അറിയിച്ചു. വിദ്യാലയത്തിലെ എല്ലാ രക്ഷിതാക്കളും ഭക്ഷ്യമേളയിൽ പങ്കാളികളായി. വളരെ ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഇന്നിപ്പോൾ ഇവിടെ നമ്മളെല്ലാവരും ഒത്തുചേർന്നിട്ടുള്ളത്. നമ്മളുടെ ഇത്തവണത്തെ PTA വൈസ് പ്രസിഡന്റ് ശ്രീ ഉമേഷ് ഒരു ആശയം ഇട്ടുകൊടുത്തതാണ്. ആ ആശയത്തെ വളരെ മനോഹരമായി അവതരിപ്പിക്കലാണ് നമ്മളുടെ MPTA ചെയ്തത്. അപ്പോൾ നമുക്ക് ഏതൊരു കാര്യത്തിൽ നേത്രജ്യോതി കണ്ണാശുപത്രിയും GHSS ചെമ്പൂച്ചിറ SPC യൂണിറ്റും JRC യൂണിറ്റും സംയുക്തമായി നേത്രപരിശോധന തിമിര രോഗനിർണയ ക്യാമ്പ് നടത്തി. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PS പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ സതീഷ് K, പ്രധാന അധ്യാപിക കൃപാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നേത്രജ്യോതി കണ്ണാശുപത്രിയിലെ ഡോക്ടർ ചാന്ദിനി വിക്രമന്റെ നേതൃത്വത്തിൽ 7-അംഗ സംഘം കണ്ണു പരിശോധനാ ക്യാമ്പിന് നേതൃത്വം നൽകി. സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുമെന്നൊരു വലിയ ആശയം മുന്നോട്ട് വെക്കുന്നുണ്ട്. നമുക്കറിയാം, തീരെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അതിദാരിദ്ര്യ കുടുംബങ്ങളുള്ള അവരെയൊക്കെ ചേർത്ത് പിടിക്കുന്ന ഇത്തരം സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ മാത്രം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കൂട്ടായ്മ തന്നെയാണ്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,280 രൂപ, പവന് 74,240 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും പ്രധാന വാർത്തകൾ വീണ്ടും. ഭാരതത്തിന്റെ 79ാം സ്വാതന്ത്ര്യദിനം നാടെങ്ങും വിപുലമായി ആഘോഷിച്ചു.
മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിൽ നടത്തിയ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ മന്ത്രി ആർ ബിന്ദു പതാക ഉയർത്തി. ബിജെപി പുതുക്കാട് മണ്ഡലം സമിതിയുടെ നേതൃത്വത്തിൽ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യദിനത്തിൽ ത്രിവർണ്ണ സ്വാഭിമാൻ യാത്ര നടത്തി. കൊടകര ആലത്തൂർ ALP സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി റാലിയും കമാൻഡോ കിഡ് കുട്ടികളുടെ ക്യാപ് വെയറിംഗ് സെറമണിയും പരേഡും നടന്നു. കൊടകര വല്ലപ്പാടി ദേവമാതാ ദേവാലയത്തിലെ പരിശുദ്ധ സ്വർഗാരോപിത മാതാവിന്റെ ഊട്ടുതിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.